റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിനെ റൗണ്ട് ഓഫ് 16 5-1 ഒരു അഗ്രിഗേറ്റ് സ്കോറിന് പരാജയപ്പെടുത്തി. സെക്കൻഡ് ലെഗ് മാച്ച് ഉണ്ടായിരുന്നത് എത്തിഹാഡ് സ്റ്റേഡിയത്തിലായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി റമോൺതാദ അടിക്കും എന്നൊക്കെ പറഞ്ഞാണ് അവന്മാർ വന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്ടിംഗ് CP ആണ് റമോൺതാദ അടിച്ചത്. സ്പോർട്ടിംഗ് CPയെ കണ്ടാണ് ഈ മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയൊക്കെ പഠിക്കുന്നത്. റമോൺതാദ വി ക്യാൻ ഡു, റമോൺതാദ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം സ്പോർട്ടിംഗ് CPയെ കണ്ടാണ് വിളിച്ചത്. കാരണം സ്പോർട്ടിംഗ് CP നമുക്കറിയാം, അവർ ബോഡോ ഗ്ലിംപ്റ്റിനായിട്ടാണ് അവർക്ക് റൗണ്ട് ഓഫ് 16 കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബോഡോ ഗ്ലിംപ്റ്റിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ 3-0 എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെട്ടു. സെക്കൻഡ് ലെഗിൽ വാൻ 90 മിനിറ്റിൻ്റെ ഉള്ളിൽ 3 ഗോളും തിരിച്ചടിച്ചു. എക്സ്ട്രാ ടൈമിലോട്ട് കളി പോയി. എക്സ്ട്രാ ടൈമിൽ 2 ഗോൾ സ്കോർ ചെയ്തു. 5-3 എന്നുള്ളൊരു അഗ്രിഗേറ്റ് സ്കോറിന് ബോഡോ ഗ്ലിംപ്റ്റിനെ എടുത്ത് പുറത്ത് കളഞ്ഞു. ബോഡോ ഗ്ലിംപ്റ്റിൻ്റെ റണ്ണ് അൺബിലീവബിൾ റണ്ണാണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് 5 മാച്ച് ചാമ്പ്യൻസ് ലീഗിലൊക്കെ വിജയിച്ചു. നല്ല റണ്ണാണ് അവർ നടത്തിയത്. പക്ഷേ ഞാൻ അവരൊരു ക്വാർട്ടർ ഫൈനൽ വരെയൊക്കെ പോകും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതുവരെയൊന്നും പോയില്ല. അതിന് മുമ്പ് സ്പോർട്ടിംഗ് CPനെ എടുത്ത് കളഞ്ഞു ബോഡോ ഗ്ലിംപ്റ്റിനെ എന്തായാലും. പക്ഷേ അവർ നല്ലപോലെ കളിച്ചു. വെൽ ഫോർഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആ ഒരു കാര്യത്തെ കണ്ടുകൊണ്ട് ഇവർ ചെൽസി 8-2 അഗ്രിഗേറ്റ് സ്കോറിന് PSG പരാജയപ്പെട്ടു. എന്തൊക്കെയായിരുന്നു മറ്റേ എൻസോ ഫെർണാണ്ടസ് മറ്റേ പാർക്ക് ഡസ് പ്രിൻസസിൽ 2ാമത്തെ ഗോൾ സ്കോർ ചെയ്ത സമയത്ത് അങ്ങനെ കാണിച്ച് ക്ലബ് വേൾഡ് കപ്പ് ഫ്ലെക്സ് ചെയ്ത് കാണിക്കുന്നു. പിന്നെ ആ കളി തന്നെ 3 എക്സ്ട്രാ മേടിക്കുന്നു. പിന്നെ ഈ കളി വന്ന് വീണ്ടും 3 മേടിക്കുന്നു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ 3-0 ചെൽസി പരാജയപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ഒരു ഫൈറ്റ് പോലും കൊടുക്കാൻ പറ്റില്ലല്ലേ PSG-ക്ക്. അറിയില്ല, എന്തായാലും ചെൽസി പുറത്തായിട്ടുണ്ട് 8-2. അതൊരു ഹ്യൂമിലിയേഷൻ പരാജയമായിപ്പോയി ചെൽസിയെ സംബന്ധിച്ചിടത്തോളം. സംഭവം ശരിയാണ്. ചെൽസി മറ്റേ ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് PSG ഏറ്റവും പീക്ക് ഫോമിൽ നിൽക്കുന്ന PSG പൊട്ടിച്ചുകൊണ്ട് അവന്മാർ ക്ലബ് വേൾഡ് കപ്പ് നേടി. അതൊക്കെ ശരിയായിട്ട്. പക്ഷേ ഇപ്പോൾ PSG അതിൻ്റെ ഡബിൾ റിവെഞ്ച് എടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു ചെൽസിയെ. ഓക്കെ, വട്ടവർ ഇറ്റ് ഈസ്. അതവിടെ കഴിഞ്ഞ് PSG പോയിട്ടുണ്ട്, ചെൽസിയും പോയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയും എടുത്ത് പുറത്താക്കി കളഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീമിനെ എല്ലായിടത്തും കളയുന്നുണ്ട്. എന്തായാലും ആഴ്സണൽ കയറിയിട്ടുണ്ട്. പക്ഷേ ലെവർകൂസനെ പരാജയപ്പെടുത്തി ആഴ്സണൽ ക്വാർട്ടർ കയറിയിട്ടുണ്ട്. എന്തായാലും റയൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മാച്ചിൽ സ്റ്റാർട്ടിങ് 11 റയൽ മാഡ്രിഡ് നമുക്കറിയാം ഓൾറെഡി എംബാപ്പെ ഒന്നും ഇല്ല, ബെല്ലിംഗാം ഇല്ല. പക്ഷേ അവർ 2 സ്കോഡിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റയൽ മാഡ്രിഡിന് എനിക്ക് ഇന്നത്തെ മാച്ചിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂൾ ഡിഫൻസ് ആയിരുന്നല്ലേ. റൂഡിഗർ ആയിക്കോട്ടെ, ഹ്യൂസൺ ആയിക്കോട്ടെ, വാട്ട് ഡിഫൻസ്, അടിപൊളി. എനിക്കത് പറയാൻ വയ്യ. കാരണം റയൽ മാഡ്രിഡ് പൊതുവേ ഇതിൽ കളിക്കുന്ന സമയത്ത്, ലീഗിലൊക്കെ കളിക്കുന്ന സമയത്ത് ഇത്രയധികം കൂൾ ഡിഫൻസ് ഒന്നും കാണില്ല. അവന്മാരാകെ പേടിച്ചതുപോലെയൊക്കെ. ബിഗ് മാച്ചസ് വരുന്ന സമയത്ത് ഹ്യൂസണൊക്കെ എന്തോ ഒരു പേടിക്കുന്നത് പോലെ കളിക്കാറുള്ളത്. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. ഹ്യൂസണൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്, അത് വേറെ കാര്യം. വളരെ കൂളായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. ഹാളണ്ട് മറ്റേ റൂഡിഗറിൻ്റെ എപ്പോഴും മറ്റേ ബോഡി ആനിമേഷനിലേക്ക് കാണാമല്ലോ, റൂഡിഗറിൻ്റെ കയ്യിലായിരിക്കും ഹാളണ്ട് ഒരു കുട്ടിയായിട്ടുണ്ടാവുക. അതുപോലെ കറക്റ്റ് ഹാളണ്ടിനെ കറക്റ്റ് പൂട്ടാൻ പറ്റിയിട്ടുണ്ട് റൂഡിഗറിന്. ഹാളണ്ടൊക്കെ ഈ ഒരു മാച്ചിൽ പുള്ളിക്ക് നല്ല ടച്ച് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, പക്ഷേ നല്ല ഫീലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഗ്രൗണ്ടിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ടു ബി ഫ്രാങ്ക് പറയാലോ, ഹാളണ്ട് ഒരു ഗോൾ സ്കോർ ചെയ്തു, ശരിയാണ്. പക്ഷേ അത് ടാപ്പിനാണ്. അവർക്ക് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാനുള്ള കുറേ ചാൻസ് കിട്ടിയിരുന്നു. റയാൻ ചെറുക്കി ആയിക്കോട്ടെ, ഡോക്കു ആയിക്കോട്ടെ, ഒമാനൊക്കെ നല്ല അറ്റാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവർക്ക് ഇത് ഫിനിഷിങ് കണ്ടെത്താൻ പറ്റുന്നില്ല. അതൊരു വളരെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ആഫ്റ്റർ ഓൾ ഗോൾ വേണം. ഓക്കെ, കളിച്ചിട്ട് കാര്യമില്ല, പൊസിഷൻ ഉണ്ടായിട്ട് കാര്യമില്ല, ഷോട്ട് ഉണ്ടായിട്ടില്ല, ലോൺ ടാർഗറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, ഗോൾ വേണം. അതില്ലാതെ ഹാളണ്ട് പോലത്തെ ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ അവിടെ ഉണ്ടാകുമ്പോൾ പുള്ളിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു പരിധി വരെ കോട്ടുക നല്ല പോലെ സേവ് ചെയ്ത് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ ലുനിനെയാണ് ഇറക്കിയത്. എനിക്ക് പേഴ്സണലി മനസ്സിലായില്ല. ഫസ്റ്റ് ഹാഫിൽ കോട്ടുവിനെ ഇറക്കി, സെക്കൻഡ് ഹാഫിൽ ലുനിനെ ഇറക്കി. മാഞ്ചസ്റ്റർ സിറ്റി ടീമിനെ കളിയാക്കിയതാണ് അവിടെ. എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും അത് ഒരു കിടിലം പരിപാടിയായിരുന്നു. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ചു. അവർ ഫസ്റ്റ് അടിപൊളിയായിട്ട് കളിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഫിനിഷിങ് കണ്ടെത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ അവർക്ക് ഫിനിഷിങ് കണ്ടെത്താൻ പറ്റിയില്ല. റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വിനീഷ്യസ് ജൂനിയർ പൊളി കളിയായിരുന്നു. വിനീഷ്യസ് ജൂനിയറിന് വേണമെങ്കിൽ ഒരു 4-5 ഗോളൊക്കെ സ്കോർ ചെയ്യാമായിരുന്നു. ഓക്കെ, ടു ബി ഫ്രാങ്ക് പറയില്ല. കാരണം അത്രയും ചാൻസ് കിട്ടിയതറിയാം. ആദ്യത്തെ ഒരു ഗോൾ വന്നത് ആർത്തെ ഗോളർ വിനീഷ്യസ് ജൂനിയറിന് കൊടുക്കുന്നു. വിനീഷ്യസ് ജൂനിയർ കൊണ്ടുപോയി റൂബൻ ഡിയാസൊക്കെ നല്ല ഫോമിലായിരുന്നു ഡിഫെൻഡ് ചെയ്തിരുന്നത്. പക്ഷേ വിനീനെ മാത്രം തടുക്കാൻ പറ്റുന്നില്ല. റൂബൻ ഡിയാസിനെയും പിന്നെ അതുപോലെ തന്നെ ഗോയിനെയും കട്ട് ചെയ്ത് വന്നൊരു ഷോട്ട് അടിച്ചു. പോസ്റ്റ് ഇപ്പോൾ തട്ടി വീണ്ടും ഒരു റീബൗണ്ട് എടുത്ത് അത് നേരെ വിനിക്ക് തന്നെ കിട്ടിയതാണ്. വിനി അത് ഷോട്ട് അടിച്ചു. അപ്പോഴാണ് ബെർണാഡോ സിൽവ കൈ കൊണ്ട് ആ ഒരു സേവ് നടത്തിയത്. ഗോളാവണ്ടായിരുന്നത്, പുള്ളി കൈ വെച്ച് ബാക്കിലോട്ട് കിട്ടിയിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ എന്നാലും കൈ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഹാൻഡ് ബോൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റഫറി അത് ചെക്ക് ചെയ്തു, വാറ് നോക്കിയിട്ടാണ് ബെർണാഡോ സിൽവയ്ക്ക് റെഡ് കാർഡ് കൊടുത്തത്. സോ ഫെയർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിനീഷ്യസ് ജൂനിയറിന് ആ ഒരു പെനാൽറ്റി കിട്ടുന്നു. ബോക്സിനകത്താണ് പെനാൽറ്റി കിട്ടുന്നു.
വിനീഷ്യസ് ജൂനിയർ അടിക്കുന്നു, ഗോളാവുന്നു. അങ്ങനെ 1-0 എന്നുള്ള സ്കോറിന് മുന്നിലെത്തുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ഐ തിങ്ക് ഏർലിംഗ് ഹാലൻഡിൻ്റെ ആ ഒരു ഗോൾ വരുന്നത്. ഡോക്കൂൻ്റെ അസിസ്റ്റ് നിന്നും ഡോക്കൂനൊക്കെ ആ ലെഫ്റ്റ് വിങ്ങിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. ഡോക്കൂനെ നമുക്കറിയാം ഓൾറെഡി. ഓക്കെ, ട്രെൻഡിന് പിടിച്ചിട്ട് കിട്ടിയില്ല. ഡോക്കു നേരെ ക്രോസ് കൊടുത്തു, ഹാളൻ്റെ എടുത്ത് ഗോളായി. പിന്നെ ഡോക്കു ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു സെക്കൻഡ് ഹാഫിൽ. ഹാളൻഡിനെ 55ാമത്തെ മിനിറ്റ് തന്നെ ഹാളൻഡിനെ മാറ്റി മർമോഷൻ ആയിരിക്കുന്നത്. കാരണം ചാൻസ് കിട്ടിയിട്ടും വേൾഡ് ക്ലാസ് സ്ട്രൈക്കറായിട്ട് പുള്ളിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു മിസ് തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ. പിന്നെ ഡോക്കു ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നു, പക്ഷേ അതും സ്ലൈറ്റ്ലി ഓഫ് സൈഡായി. പിന്നെ ആ ഫസ്റ്റത്തെ ഗോളിൽ ബിൽഡപ്പിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഓഫ് സൈഡ് ഇല്ല, അത് കൺഫേംഡ് ആണ്. റഫറി വീണ്ടും ചെക്ക് ചെയ്തിട്ട് റഫറി ആദ്യം ഓഫ് സൈഡ് വിളിച്ചിരുന്നു, പക്ഷേ പിന്നെ വീണ്ടും ചെക്ക് ചെയ്തിട്ട് അത് ഓഫ് സൈഡ് അല്ല, അത് കൺഫേം ആണ്. അത് പലരും അങ്ങനത്തെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്, അത് ഓഫ് സൈഡ് ആണെന്നുള്ള രീതി അല്ല. ഓക്കെ, ഓഫ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഗോൾ കൊടുക്കില്ല. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ഹാഫിൽ പിന്നെ ഡോക്കു ഒരു ഗോൾ സ്കോർ ചെയ്തു, പക്ഷേ അത് ഡിസലോ ചെയ്തു. വിനീഷ്യസ് ജൂനിയർ അവസാനം 90+2 മിനിറ്റിൽ 3 മിനിറ്റ് എക്സ്ട്രാ ഉണ്ടായിരുന്നത്, 2 മിനിറ്റിൽ പുള്ളി അടിച്ചു, ഗോളടിച്ചു. പക്ഷേ ഇത് ആദ്യം ഓഫ് സൈഡായി. പിന്നെ രണ്ടാമത് എച്ച്എമ്മിൻ്റെ അസിസ്റ്റിൽ നിന്നും വീണ്ടും വിനീഷ്യസ് ജൂനിയർ ഒരു ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ പുള്ളി മറ്റേ ജസ്റ്ററൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ സീസണിലെയാണ്, നമുക്കറിയാം. ആ ഒരു ബാനറൊക്കെ വെച്ച് നമുക്ക് ഓർമ്മയുണ്ട്, ബാലൻഡിയോർ നേടിയ സമയത്ത് റോഡ്രി. അതൊക്കെ ഒരു കോമഡി ആയിരുന്നു. വിനീഷ്യസ് ജൂനിയർ എന്തായാലും എത്തിക്കാടിൽ ഒരു ഗോൾ സ്കോർ ചെയ്ത് റയൽ വിജയിക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പേഴ്സണലി. അതെന്തായാലും നടന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നല്ല, കഴിഞ്ഞ സീസണിലും റയൽ ജയിച്ചു, പക്ഷെ അന്ന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. വിനി തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച്. ഈ മാച്ചിലും പ്ലെയർ ഓഫ് ദ മാച്ച് വിനി തന്നെയാണ്, പക്ഷേ പുള്ളി ഗോൾ സ്കോർ ചെയ്തു. അതുതാണ് പുള്ളിയുടെ ഡിഫറൻസ്. അപ്പോൾ മൊത്തത്തിൽ റയൽ മാഡ്രിഡിൻ്റെ ഓഡിയൻസിന് എന്തായാലും ഇപ്പോൾ കംപ്ലീറ്റ് ഹാപ്പിയാണ്. എംബാപ്പെ തിരിച്ചു വന്നു സ്റ്റാർട്ടിങ് 11 ബെല്ലിംഗാമിന് ഇറക്കിയിട്ടില്ല. എംബാപ്പെ തിരിച്ചു വന്നു, കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് അദ്ദേഹം എംബാപ്പെ ഫുൾ ഓഫ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ റയൽ ഇപ്പോൾ എന്തായാലും ഇനി മിക്കവാറും റയലിന് ബയൺ മണിക്കായിരിക്കും കിട്ടുക. റയലിൻ്റെ എന്തായാലും ഈ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ ജേണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടഫായിരിക്കും. ഇനി ബയണായിരിക്കും, സെമി മിക്കവാറും PSG ആയിരിക്കും, ഫൈനൽ ചിലപ്പോൾ മേ ബി എൽ ക്ലാസിക്കോ വരാം. ഓക്കെ, എന്തും സംഭവിക്കാം. സോ ഇനി നമുക്ക് അടുത്ത മാച്ചസ് നോക്കാം. താങ്ക് യു സോ മച്ച്.